ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കടം, ദേഷ്യം, ടെൻഷൻ, കുറ്റബോധം, പലതരം പേടി, ഇങ്ങനെ പിന്നെ അപകർഷതാബോധം, ചില സമയത്ത് ആവശ്യത്തിലേറെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും കൊണ്ട്, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ചില സമയത്ത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സും കൊണ്ടും കൂടെ നമ്മളുടെ ബന്ധങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരിക. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലേ. എന്താണ് ഇതിന് ശരിക്കും ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, എപ്പോഴും ചിന്തിക്കുന്നുണ്ടെന്നും പറയാം. എപ്പോഴൊക്കെ നമ്മൾ അതിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സൊല്യൂഷൻ കാണാൻ പല സമയങ്ങളിൽ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം 100% ഉറപ്പാണ്, കണ്ടാമിനേഷൻ എന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മളുടെ പക്വതയുള്ള ചിന്തയെ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ട് അതിന് സാധിക്കാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആ കണ്ടാമിനേഷൻ നമ്മളെല്ലാ മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. പ്രായത്തിനനുസരിച്ചിട്ടുള്ള ശരിയായ ചിന്തകളിലെ ക്ലാരിറ്റി, അതായത് കറക്റ്റ് പക്വത, നല്ല ഓഥൻറ്റിക്കായിട്ട് ചിന്തിച്ച് ഇടപെടാനും പ്രവർത്തിക്കാനും പറ്റാതെ പോകുന്ന ഒരു അവസ്ഥ, ഒരു മങ്ങൽ. ഇത് മാറ്റാൻ പറ്റുന്നതാണോ അതോ നമ്മൾ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണോ? ഇത് നമ്മുടെ വിധിയാണോ? ഉറപ്പായിട്ടും ഇത് നമ്മുടെ വിധിയല്ല, ഇത് നമ്മളായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ നിന്ന് മാറാനായി നമുക്ക് ഇതേപോലെ തന്നെ ജീവിച്ച് പോയാൽ മതിയോ, അതോ സഹിച്ച് ജീവിച്ച് മരണത്തിലേക്ക് നമ്മൾ അങ്ങനെ മരണം വരെയുള്ള ഒരു സമയം അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോണോ, അതോ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിനെ അനുഭവിച്ചും ആസ്വദിച്ചും ഒരു വരം പോലെ കിട്ടിയ ഈ ജന്മത്തിനെ ആ ഒരു രീതിയിൽ ചിരിച്ചും സന്തോഷിച്ചും ജീവിക്കണോ? വിധിയല്ല, നമ്മളാണത് തീരുമാനിക്കുന്നത്. ഇതിന് ആ പക്വതയെ ഉണർത്താനായിട്ടുള്ള നടപടി അത് നമ്മളിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള എഫേർട്ട് എടുക്കണം. അതായത് അങ്ങനെയാണ് ഞാൻ മുൻപും എപ്പോഴും പറയാറുള്ള ടേക്കിംഗ് ചാർജ് ഓഫ് അവർ ഓൺ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ വിധിയെ, നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥയെ സാഹചര്യങ്ങളോ മറ്റുള്ള വ്യക്തികളോ നമ്മുടെ തന്നെ ഉള്ളിലെ പൂർണ്ണത വരാത്ത ആ ഒരു മെച്യൂരിറ്റിക്ക് തടസ്സം വന്നിരിക്കുന്ന കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മളുടെ ഓഥൻറ്റിസിറ്റി കൊണ്ടുവരാൻ, ആ മെച്യൂരിറ്റി ആർജിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വായിച്ചോ ചിന്തിച്ചോ അറിയുന്നവരിൽ നിന്നും മനസ്സിലാക്കിയോ കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും പല രീതികളിൽ നമ്മൾക്കിതിന് മാറ്റം, ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചില സാഹചര്യങ്ങളിലൂടെ വന്നുപെടാൻ സാധ്യതയുണ്ട്. ഇനി അത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ആർജിച്ചെടുക്കാൻ തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് സ്വയം അതിന് സാധിച്ചിട്ടില്ലാത്ത പക്ഷം, ചിന്തിച്ചോ ശ്രദ്ധിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടോ ഒക്കെ പറ്റുന്നില്ലാത്ത പക്ഷം ഉറപ്പായിട്ടും കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും ഇതിനുള്ള ടോപ്പ് മോസ്റ്റ് പ്രൊഡക്റ്റീവ് റിസൾട്ട് തരുന്ന വഴിയാണ്. താങ്ക് യു. ഞാൻ ബീന ധർമ്മൻ, സൈക്കോതെറപ്പിസ്റ്റാണ്, ലൈഫ് ഗൈഡ് കൗൺസിലിംഗ് സെൻറ്റർ, തൃശ്ശൂർ.